ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ദുബായിൽ വൻ പദ്ധതികൾ വരുന്നു. സ്കൈപോഡ്, ലൂപ്പ്, റെയിൽ ബസ്, ട്രാക്കില്ല ട്രാം എന്നിവയെല്ലാം ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷ. ദുബായിലെ പൊതുഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന നൂതന പദ്ധതികളുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രംഗത്തെത്തി. ദുബായ് ലൂപ്പ്, സ്കൈപോഡ്, സസ്പെൻഡഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ട്രാക്ലെസ് ട്രാം, റെയിൽ ബസ് തുടങ്ങിയ പദ്ധതികളാണ് RTA അവതരിപ്പിച്ച പദ്ധതികൾ. ദുബായ് ലൂപ്പ് പദ്ധതി മണിക്കൂറിൽ 1,00,000 യാത്രക്കാരെയും സ്കൈപോഡ് സംവിധാനം 50,000 യാത്രക്കാരെയും ലക്ഷ്യമിടുന്നു. തിരക്കേറിയ റോഡുകളിൽ നിന്ന് യാത്രകൾ ആകാശത്തേക്കും ഭൂമിക്കടിയിലേക്കും മാറ്റുന്നതാണ് ഈ പദ്ധതികളുടെ പ്രധാന സവിശേഷത. സ്കൈപോഡിൽ 7.5 മീറ്റർ ഉയരത്തിലുള്ള കാർബൺ കമ്പോസിറ്റ് ട്രാക്കുകളിലൂടെ സ്വയം നിയന്ത്രിത ഇലക്ട്രിക് ക്യാപ്സൂളുകൾ സഞ്ചരിക്കും. ഓരോ ക്യാപ്സൂളുകൾക്കും 4 മുതൽ 6 വരെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടായിരിക്കും. പരമ്പരാഗത ഗതാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച് 100 മടങ്ങ് കുറഞ്ഞ ഗ്രൗണ്ട് സ്പേസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ എന്നതും ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ 5 ഇരട്ടി ഊർജ്ജ കാര്യക്ഷമതയുള്ളതുമാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ. 2030ഓടെ ദുബായിലെ 25% യാത്രകളും ഡ്രൈവർലെസ് വാഹനങ്ങളിലൂടെയാക്കാനുള്ള വലിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പുകളായാണ് ഈ നൂതന പദ്ധതികളെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയും എയർ ഇന്ത്യയും കോഡ് ഷെയർ കരാറിൽ ഒപ്പുവെച്ചു. സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും യാത്ര എളുപ്പമാകും. സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയും ഇന്ത്യയുടെ പ്രമുഖ വിമാന കമ്പനിയുമായ എയർ ഇന്ത്യയും കോഡ് ഷെയർ കരാറിൽ ഒപ്പുവെച്ചു. അടുത്ത മാസം മുതൽ കരാർ നിലവിൽ വരുന്നതോടെ സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും യാത്ര എളുപ്പമാകും. ഈ സഹകരണം കാരണം ഇരു വിമാന കമ്പനികളുടെയും യാത്രക്കാർക്ക് ഒരൊറ്റ ടിക്കറ്റിൽ തന്നെ കൂടുതൽ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. വിമാനങ്ങൾ മാറിക്കയറേണ്ടി വന്നാലും ലഗേജുകൾ ഓരോ വിമാനത്താവളത്തിലും പോയി ചെക്ക് ഇൻ ചെയ്യേണ്ടതില്ല. അവ നേരിട്ട് അന്തിമ ലക്ഷ്യസ്ഥാനത്തെത്തും. ഇന്ത്യയിലെയും സൗദിയിലെയും ആഭ്യന്തര നഗരങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തിച്ചേരാൻ ഇത് വഴിയൊരുക്കും. സൗദി യാത്രക്കാർക്ക് മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും എയർ ഇന്ത്യ വഴി കൊച്ചി, അഹമ്മദാബാദ്, ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ, ലക്നൌ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാം. തിരിച്ച് എയർ ഇന്ത്യ ഉപഭോക്താക്കൾക്ക് ജിദ്ദ, റിയാദ് വഴി സൗദിയിലെ ആഭ്യന്തര ഡെസ്റ്റിനേഷനുകളായ ദമാം, അബഹ, അൽഗസീം, ജിസാൻ, മദീന, തായിഫ് എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ കണക്ഷൻ ഫ്ലൈറ്റുകളും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ വൻ വാടക വർധന. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് താമസത്തിന് ഇനി ചെലവേറും. ഷാർജയിൽ ഈ വർഷം വാടക കുതിച്ചുയരുന്നു. 5 മുതൽ 25% വരെയാണ് പുതുവർഷത്തിൽ വാടക വർദ്ധിച്ചത്. കെട്ടിടം സ്ഥിതി ചെയ്യുന്ന മേഖല, പാർക്കിംഗ്, വാഹന സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കണക്കിലെടുത്താണ് വാടക കൂടുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മുവൈലയിലാണ് വാടക ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ നിലവിലെ വാടകയിൽ 25% വർദ്ധിച്ചു. അതോടൊപ്പം അൽഖാൻ, അൽ താവൂൻ, അൽ മജാസ്, അൽ നഹ്ദ എന്നിവിടങ്ങളിലും വാടകയിൽ ശരാശരി 20% വരെ വർധനയുണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.